ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജെഫ് വ്ളോഗ്സ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിപ്പോൾ മരിയൻ കോളേജിലായിട്ട് 2 വീക്ക് ആയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും നല്ല റെസ്പോൺസ് ആയിരുന്നു, അല്ലല്ലോ? അതെ. എന്തെങ്കിലും ഫാൻസ് കുറെ പേര് എന്നോട് ചോദിച്ചു മരിയൻ കോളേജ് എങ്ങനെയുണ്ട്, അവിടുത്തെ ഫീസ് സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണ്. ഫീസ് സ്ട്രക്ചറിന്റെ കാര്യമൊക്കെ ഞങ്ങൾ വിശദീകരിച്ചൊന്ന് പഠിച്ചിട്ട് ഡീറ്റെയിൽഡ് ഒരു വീഡിയോ അതിനുവേണ്ടി മാത്രമായിട്ട് ഇടുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പുറത്തായിട്ടാണ്. ഇതാണ് മരിയയുടെ ഒരു മെയിൻ വ്യൂ എന്ന് പറയുന്നത്. ആ PG ഡിപ്പാർട്ട്മെന്റ് ഗൈസ് നോക്കിയ ഗൈസ്, ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂ ആണ്. അങ്ങോട്ടും ഉണ്ട് ഒരു പാർക്ക് പോലത്തെ സംഭവം. അങ്ങോട്ട് നമുക്ക് പാർക്കും പിന്നെ ഇരിക്കാനായിട്ടുള്ള സൗകര്യം എല്ലാം ഉണ്ട്. പേര് ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. UG കഴിഞ്ഞിട്ട് ഒരു PG ചെയ്യാനായിട്ട് മരിയൻ കോളേജ് നോക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്താ അഭിപ്രായം കോളേജിനെ പറ്റി? കോളേജിനെ പറ്റി വളരെ നല്ല അഭിപ്രായമാണുള്ളത്. ഇത്രയും ദിവസം തന്നെ ക്ലാസ് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. ഓറിയന്റേഷനും പ്രോഗ്രാമായിട്ട് ഇന്ന് തന്നെ 2 ദിവസമായിട്ട് എക്സ്റ്റേണൽ ഓറിയന്റേഷൻ നടക്കുകയാണ്. അപ്പം നാളെ കൊണ്ട് അത് തീരും. പിന്നെ ഇപ്പം ഞങ്ങൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന 0 സെമസ്റ്ററിലാണ്. ഫസ്റ്റ് സെമസ്റ്റർ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം പോലെയാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ്. ഇവിടെ ഫുൾ പരിപാടികളാണ്. ഇന്നലെ തന്നെ കൾച്ചറൽ നൈറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ചു. ഇനി ഫ്രഷേഴ്സ് വരും, അതിന്റെ പ്രിപ്പറേഷൻ. ഗൈസ് ഒരു കാര്യമുണ്ട്, ഐശ്വര്യ ഭയങ്കര അടിപൊളി ഡാൻസറാണ്. ഇൻസ്റ്റയിൽ ഞങ്ങൾ അടിയിൽ കൊടുത്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലൈമറ്റിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ക്ലൈമറ്റ് ഇപ്പൊ മഴ തുടങ്ങുന്നത്. എപ്പോഴും മഴയും മഞ്ഞും തണുപ്പും മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് വെയിലുണ്ടാവും, ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും കൂടുതലും മഴയും മഞ്ഞും തണുപ്പും. പെട്ടെന്ന് ഇപ്പൊ തന്നെ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. മഴയായി ഗൈസ്. പെട്ടെന്നായിരിക്കും കോടമഞ്ഞ് വരുന്നതും കോളേജ് കാണാൻ തന്നെ പറ്റൂല അല്ലേ? നമുക്കപ്പം ജസ്റ്റ് ചില്ലൊക്കെ ചെയ്യാനുള്ള സൗകര്യമാണ്. കോളേജിന്റെ സൈഡിൽ തന്നെ ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പം കോഴ്സ് ചെയ്യേണ്ട വളരെ സ്ട്രെസ് ഇറങ്ങിയാണ്. ഞാൻ പറഞ്ഞ ഇതാണ് അവിടെ സംഭവം. നമുക്ക് പാട്ട് ഒരുക്കാൻ, നമുക്ക് എന്ത് വേണമെങ്കിലും സ്റ്റേജ് ഷോ പ്രോഗ്രാംസ് ചെറിയ നമുക്ക് എന്ത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അവിടെ. പിന്നെ ജിമ്മ് വരുന്നത് ആ ഭാഗത്തായിട്ടാണ്. ജിമ്മ് വരുന്നത് കഫ്റ്റീരിയ. ജിമ്മ് വരുന്നത് നമുക്ക് ചായയും കടിയൊക്കെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ഇറങ്ങാം. അതെ. അതിന്റെ അടിയിലായിട്ട് തന്നെയാണ് നമുക്ക് മൾട്ടി ജിം. അപ്പം ഇതാണ് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ. എന്താണ് കോളേജിൽ എക്സ്പീരിയൻസ് പറയാനുള്ളത്? ചേട്ടൻ എത്ര വർഷമായി ഇവിടെ? ഞാൻ 2 വർഷമാകുന്നു. 2 വർഷമായിരുന്നു. എങ്ങനെയായിരുന്നു ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ്? 2 വർഷം കോളേജിനെ പറ്റി പറയാനായിട്ട് നല്ലതായിട്ടുള്ള അനുഭവങ്ങളാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. ഓക്കെ. പിന്നെ നിങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പ്രശ്നം പറഞ്ഞാൽ കേൾക്കുവാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. നമുക്ക് ടൈം ലിമിറ്റ് ഒക്കെ എങ്ങനെയായിരുന്നു ചേട്ടാ, ഒന്ന് പറയാമോ? ടൈമിംഗ് ഒക്കെ നിങ്ങൾക്ക് അധികം ദിവസങ്ങൾക്കാവും വ്യക്തമാക്കി തരും. പടിയായി നോക്കപ്പോ 5:30-ക്കുള്ളില് എന്നുള്ളതാണ്. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് 1:30 ആകുമ്പോൾ കറക്റ്റ് ഹോസ്റ്റലിൽ ഇറങ്ങിയിട്ട് 6 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ കയറണം. 6:00 5:30 ആകുമ്പോൾ കയറണം. 5:30 ആകുമ്പോൾ കയറണം. 1:30 തൊട്ട് നമുക്ക് 5 മണി എവിടെ വേണേ പോവാം, ഒരു കുഴപ്പമില്ല. പക്ഷെ സമയത്ത് പെർമിഷൻ എടുക്കണം. പുറത്തേക്ക് പോകണം. വീട്ടിലേക്ക് പോകുന്നത് നമുക്ക് സെക്കൻഡ് സാറ്റർഡേസ് വീട്ടിലേക്ക് പോവാം. അല്ലെങ്കിൽ പിന്നെ വീട്ടിലേക്ക് ഏത് ദിവസം പറഞ്ഞിട്ട് പോകണമെന്നേ ഉള്ളൂ. വീട്ടിലേക്ക് എല്ലാത്തിനും കറക്റ്റ് ആയിട്ട് പെർമിഷനും കാര്യങ്ങളും. ഇപ്പം പറയുന്നത് മാന്യമായിട്ട് കേൾക്കുക, അനുസരിക്കുക. ഞങ്ങൾ അനുസരിക്കുന്നില്ലേ? നിങ്ങൾ അനുസരിക്കണം. ഞങ്ങൾ അനുസരിക്കേണ്ടി വരികയല്ല. തിരിച്ചായി പോകും. അത് മാത്രമല്ല, വണ്ടിയായിട്ട് നമുക്കിപ്പോ വരണമെങ്കിൽ പാർക്ക് ചെയ്യാം. പിന്നെ തോന്നിയ ദിവസം ഇടയ്ക്കിടയ്ക്ക് എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. പോകാൻ നേരം വളരെ ഡിസിപ്ലിനോട് വേണ്ടി നമുക്ക് പോയാൽ ഒരു കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോകാം. ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. എല്ലാം നല്ല കമ്പനിയാണ്, സെക്യൂരിറ്റിയുടെ അത്രയും കമ്പനിയാണ്. അതെ, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അതൊരു നല്ല കാര്യമായിരിക്കും. അതെ. അപ്പൊ താങ്ക് യു ചേട്ടാ. യൂട്യൂബിൽ വരുന്ന കേട്ടോ, ഇത് നമ്മുടെ യൂട്യൂബിൽ വരുന്നതായിരിക്കും. ഞാൻ ചേട്ടന് ലിങ്ക് അയച്ചുതരാം. ഓക്കെ, താങ്ക് യു.